ഷിഗരുദ്രം. രചന ജൂബി ജൂപ്പിറ്റർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആകുലത നിറഞ്ഞ മനസ്സോടെ രുദ്രം മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ണുകൾ തുറന്ന് ചെരിഞ്ഞിടക്കുന്ന ഇച്ചുവിനെയാണ് കണ്ടത്. അവന്റെ കണ്ണുകൾ സംശയത്തോടെ ചുരുങ്ങി. ഇതെന്താ, പൂച്ചോർക്കാണോ? ഉള്ളിലെ പതർച്ച മറച്ചു വെച്ച് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാതിലടച്ചു രുദ്രൻ. സമാധാനായി രുദ്രേട്ടന്? അതോ ഉള്ള സമാധാനം കൂടി പോയോ? രുദ്രൻ അവളെ മനസ്സിലാവാതെ നോക്കി. എൻ്റെ അടുത്തൊന്നും നിങ്ങളിപ്പോൾ പോകണമെങ്കിൽ അതെങ്ങോട്ടാണെന്ന് എനിക്കറിയാം. എന്തു പറഞ്ഞു അമ്മ? രുദ്രന്റെ മുഖം മങ്ങി. ഉള്ളിലെ സംഘർഷങ്ങൾ അവന്റെ മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. പറയൂ രുദ്രേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുവരെ ചിരിയോടെ ഇരുന്ന ഇച്ചുവിന്റെ മുഖത്തും ഭയം നിഴലിച്ചു. അത് കണ്ട് രുദ്രൻ വേഗത്തിൽ അവൾക്കടുത്തേക്ക് വന്നു. ഇല്ല വാറ്, ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ കൊച്ച അടങ്ങിയിരിക്കണമെന്നാ ജാനകിയമ്മായി പറഞ്ഞു. ബാക്കിയൊക്കെ സ്കാനിങ് കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് എൻ്റെ പാർക്കുടിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഇച്ചു അനുസരണയോടെ തലയാട്ടി. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവളിലെ പുഞ്ചിരി തൻ്റെ ഉള്ളിൽ ആധിയുടെ തോത് കുറക്കുന്നത് രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ആഹാരം കഴിക്കുമ്പോൾ പതിവ് പോലെ ഊൺമേശയിൽ കളിച്ചിരികൾ നിറഞ്ഞു. സോഫയിൽ ചാരിയിരിക്കുകയായിരുന്നു ഇച്ചു. തൊട്ടടുത്ത് പതിവ് പോലെ ആമിയും നന്ദുവുമുണ്ട്. രണ്ടുപേർക്കും ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് ലക്ഷ്മി. എന്ത് പേടി അതല്ല, ഇതിൻ്റെ ഈ കുരുത്തങ്കട്ട സ്വഭാവം ജനിക്കുന്ന കുഞ്ഞിന് കിട്ടാതിരുന്ന മതിയായിരുന്നു. ഒന്നിനെ കൊണ്ട് ഇവിടെ ഉള്ളവർക്ക് പൊറുതിയില്ല. ഇച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കി ആദി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. സോഫയിലിരുന്ന് ആദി കൂർപ്പിച്ച് നോക്കുന്ന ഇച്ചുവിനെ കണ്ടും ചിരിച്ച് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് രുദ്രൻ. അതിപ്പോ കയ്യിലിരിപ്പിന്റെ കാര്യത്തിൽ കുഞ്ഞിന്റെ മാമന്മാര് മോശമൊന്നുമല്ലല്ലോ. വിജയന്റെ തമാശയിൽ എല്ലാവരും ചിരിച്ചപ്പോൾ ആദി അയാളെ മുഖം കൂർപ്പിച്ച് നോക്കി. നീയും വല്ലാതെ അങ്ങ് ചിരിക്കേണ്ട അജൂട്ട, നിന്നെയും ചേർത്ത് തന്നെയാ പറഞ്ഞ്. മുത്തശ്ശി കൂടി ആയതും കോറം തികഞ്ഞു. പരസ്പരം പാരവെച്ചും തമാശകൾ പറഞ്ഞു എല്ലാവരും സമയം ചെലവഴിച്ചപ്പോൾ മാണിക്യശ്ശേരിയിൽ മായാൻ തുടങ്ങിയ സന്തോഷങ്ങൾ തിരികെ എത്തിയിരുന്നു. രുദ്രനോട് ചേർന്ന് കിടക്കുമ്പോൾ ഇച്ചുവിൻ്റെ ഒരു കൈ തൻ്റെ വയറിനെയും പൊതിഞ്ഞ് പിടിച്ചു. അവളുടെ മുടിയിലാകെ തഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു രുദ്രൻ. ഇരുവരുടെയും ഉള്ളിൽ പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നാമ്പിടാൻ തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്ന് രുദ്രനാണ്. തന്നോട് ചേർന്നുറങ്ങുന്നവളെ തന്നെ നോക്കിക്കിടന്നവൻ. ശാന്തമായി ഉറങ്ങുകയാണവൾ. സ്നേഹത്തോടെ ആ നെറ്റിയിലൊന്ന് മുത്തി മാറുമ്പോൾ വസ്ത്രത്തിൻ്റെ മറയില്ലാത്ത അവളുടെ പതിഞ്ഞ വയറിലെത്തി. വികസിച്ച കണ്ണുകളോടെ അവളുടെ വയറിനരികിലേക്ക് മുഖം വെച്ച് രുദ്രൻ ആഗ്രഹത്തോടെ അവിടെയൊന്ന് മുത്തി. അവൻ്റെ താടിമീശകൾ ഇക്കിളിയാക്കിയതും ഇച്ചുവന്ന് ഞെരങ്ങി. രുദ്രനിൽ കുറുമ്പോടെയുള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു. അച്ചയുടെ പൊന്നെ. വാത്സല്യത്തോടെ വിളിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്ന രുദ്രന്റെ വീണ്ടും വീണ്ടും ആവേശത്തോടെ അവിടെ ചുംബിച്ചുകൊണ്ടിരുന്ന രുദ്രൻ ഇടയ്ക്കിടെ കൈകളാൽ അവിടെ തലോടുകയും ചെയ്തു. രാവിലെ തന്നെ എൻ്റെ കുഞ്ഞിനെ ഉമ്മ വെച്ച് ബുദ്ധിമുട്ടിക്കാതെ കമ്മീഷണറെ, കുറച്ച് ഉമ്മ ഇവിടെയും തായോ നീ. ഉറക്കാരസ്യത്തോടെ പറയുന്നവളെ കേട്ടവൻ ചിരിച്ച് മുകളിലേക്ക് നീങ്ങി അവിടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന രുദ്രൻ. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ കുശുമ്പൂത്തി തുടങ്ങിയോ? രുദ്രൻ അത് പറഞ്ഞപ്പോൾ കണ്ണുകൾ താഴ്ത്തി ചിരിച്ചു വെച്ചു. ചിരിയോടെ അവിടെ മുഖത്താകമാനം ചുണ്ടുകൾ പതിപ്പിച്ച് രുദ്രൻ. അയ്യോ സമയം വയ്യോ, എനിക്ക് ക്ലാസ് ഉണ്ട്. വേഗത്തിൽ എഴുന്നേൽക്കാൻ പോയവളെ ശാസനയോടെ നോക്കി രുദ്രൻ. അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ച് രുദ്രനെ നോക്കിയൊന്ന് ചിരിച്ച് പതിയെ എഴുന്നേറ്റ് വെച്ചു. അന്നത്തെ പാട്ട് ക്ലാസ് കഴിഞ്ഞ് ഇച്ചു വീട്ടിലേക്ക് കയറുമ്പോൾ പൂമുഖത്ത് തന്നെ ഒരു പത്രവും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു രുദ്രൻ. കറുപ്പ് ടീഷർട്ടും കാവ്യ മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. എൻ്റെ IPS ഇരുത്തിരുന്നിട്ട് കുട്ടികൾക്കൊന്നും പാട്ടിൽ ശ്രദ്ധിക്കാൻ തീരെ വയ്യായിരുന്നു. കുശുമ്പോടെ പറഞ്ഞ് മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോകുന്നവളെ നോക്കിയൊന്ന് ചിരിച്ച് പത്രവാർത്തകളിലേക്ക് ശ്രദ്ധിച്ചു രുദ്രൻ. അടുക്കളയിൽ അമ്മമാരെല്ലാം കാര്യമായ പണിയിലാണ്. ഇച്ചു നേരെ അവിടേക്കാണ് പോയത്. തലകറക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇച്ചു? ഇച്ചുവിനെ കണ്ട് അവിടെ അടുത്തേക്കൊന്ന് ജാനകി ചോദിച്ചു. ഇല്ലമ്മ, ഇച്ചു പറഞ്ഞു. ഫ്ലാസ്കിലാക്കി വെച്ച ചായ ഒരു കപ്പിലേക്ക് പകർത്തി ഒഴിച്ച് മറ്റൊരു കപ്പിൽ കോഫിയും ഒഴിച്ച് ഇച്ചുവിന് നേരെ നീട്ടി ലക്ഷ്മി. ഇനിയിപ്പോൾ ഇടയ്ക്കിടെ പടികൾ കയറി ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടോ മോളെ. ഒന്നെങ്കിൽ നിങ്ങൾ താഴത്തെ മുറിയിലേക്ക് മാറിക്കോ, അല്ലെങ്കിൽ രുദ്രം വന്നു കഴിഞ്ഞ് മുകളിലേക്ക് പോയാൽ മതി ഇനി. ലക്ഷ്മി അത് പറഞ്ഞ് ഇച്ചുവിൻ്റെ കവിളിൽ സ്നേഹത്തോടെ തലോടി. താഴത്തെ മുറിയിൽ കിടക്കുന്ന കാര്യം ആലോചിച്ചതും ഇച്ചുവിൻ്റെ മുഖം വാടി. മുകളിലെ മുറി തന്നെ മതി അപ്പച്ചി, രുദ്രേട്ടൻ വന്നിട്ടേ മുകളിലേക്ക് കയറുള്ളൂ. ഇച്ചു പറഞ്ഞപ്പോൾ ചെറുചിരിയോടെ തലയാട്ടി ലക്ഷ്മി. ചായക്കപ്പുകളുമായി പൂമുഖത്തേക്ക് നടന്നു വെച്ചു. ഒന്ന് രുദ്രന്റെ കയ്യിൽ കൊടുത്ത് മറ്റൊന്നുമായവൾ അവനരികിലുള്ള കസേരയിലിരുന്നു. ചായ ഓരോ ഇറുക്കായി കുടിച്ച് വാർത്തകൾ നോക്കുന്ന രുദ്രന്റെ തോളിലേക്ക് ചാരിയിരുന്നു. ഒരിറക്ക് ചായ കുടിച്ചതേ ഇച്ചുവിന് ഓർമ്മയുള്ളൂ. വായുപൊത്തി പുറത്തേക്ക് ഓടുന്നവരുടെ പിന്നാലെ വെപ്രാളത്തോടെ രുദ്രനും പാഞ്ഞു. മുറ്റത്തെ തെങ്ങിൻ ചുവട്ടിൽ നിന്ന് ഛർദ്ദിക്കുന്നവരുടെ പുറമൊഴിഞ്ഞു കൊടുക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് അമ്മമാരെല്ലാവരും വന്നിരുന്നു. ഇച്ചുവിൻ്റെ വലിയ ശബ്ദത്തിലുള്ള ഓക്കാനവും ബുദ്ധിമുട്ടും കാണാൻ രുദ്രന് വല്ലാത്ത വിഷമം തോന്നി. ഇതൊരച്ഛൻകുട്ടി തന്നെയാ. രുദ്രനെ പോലെ ചായ ഇഷ്ടമല്ലാത്ത ആളാന്ന് തോന്നുന്നു.
ലക്ഷ്മിയാണത് പറഞ്ഞത്. തളർച്ചയോടെ രുദ്രന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന ഇച്ചുവിന്റെ മുഖം കഴുകിച്ച് വെള്ളം കൊടുത്തു ജാനകി. താഴെയുള്ള മുറിയിൽ ലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ഇച്ചു. ക്ഷീണം കൊണ്ട് അവൾ ഉറക്കം പിടിച്ചിരുന്നു. അന്നേരം ചുമലിൽ ചാരി കൈകെട്ടി അവളെ ഉറ്റുനോക്കി നിൽക്കുകയാണ് രുദ്രൻ. അവളുടെ ക്ഷീണിച്ച മുഖം അവനെ അസ്വസ്ഥനാക്കി. നീ ഇന്ന് പോണില്ലേ രുദ്ര? ലക്ഷ്മി തലയുയർത്തി രുദ്രൻ നോക്കി ചോദിച്ചു. രുദ്രൻ മറുപടിയൊന്നും പറയാതെ ഇച്ചുവിൽ തന്നെ മിഴിയുറപ്പിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം ഈ സമയത്ത് ഉണ്ടാവുന്ന മോനെ. നിന്നെ വയറ്റുള്ളപ്പോൾ എനിക്കും വലിയ ഛർദിയും തലർക്കുമായിരുന്നു. ഒന്നും അകത്തോട് ചെല്ലാൻ പറ്റില്ല. പറയുന്നതിനിടെ ഇച്ചുവിൻ്റെ തലയിൽ തലോടി ലക്ഷ്മി. ചെല്ല്, പോയി ഫ്രഷായി ഓഫീസിൽ പോകാൻ നോക്ക്. ഈ ഒരു ഉറക്കം കഴിഞ്ഞാൽ മോള് ഉഷാറായിക്കോളൂ. ഒരിക്കൽ കൂടി ഇച്ചുവിനെ നോക്കി രുദ്രൻ മുറിക്ക് പുറത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് ഇച്ചു ഉറക്കമുടന്നപ്പോൾ കണ്ടത് തനിക്കരികിൽ യൂണിഫോമിലിരിക്കുന്ന രുദ്രനെയാണ്. ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവനിലേക്ക് ചാഞ്ഞിരുന്നു ഇച്ചു. അവളിലെ പുഞ്ചിരി അവനിൽ അല്പം ആശ്വാസം നിറച്ചു. ക്ഷീണമാറി പറു. പറയുന്നതിനിടെ ഇച്ചുവിൻ്റെ മുഖത്തും കഴുത്തിലുമെല്ലാം തലോടി രുദ്രൻ. മാറി രുദ്രേട്ടാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ വാ, ഒന്ന് ഭക്ഷണം കഴിക്കുക, എനിക്ക് പോവാനായി. രുദ്രൻ പറഞ്ഞപ്പോൾ ഇച്ചു പതിയെ എഴുന്നേറ്റ് രുദ്രനോടൊപ്പം ഹാളിലേക്ക് നടന്നു. എല്ലാവരും പ്രാതൽ കഴിക്കുന്ന തിരക്കിലാണ്. ഞാൻ കൊടുക്കാമേ. ഒരു പ്ലേറ്റിൽ ഇച്ചുവിനായുള്ള ഭക്ഷണവുമായി വന്ന ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ. എല്ലാവരും ഒരു ചിരിയോടെ അവരെ നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. രുദ്രൻ ഇച്ചുവുമായി പുറകുവശത്തേക്ക് പോയി. അവിടെയുള്ള തിണ്ണയിൽ അവളെ ഇരുത്തി അരികിലായി അവനും ഇരുന്നു. ദോശ ചട്നിയിൽ മുക്കി അവളുടെ വായിലേക്കാക്കി വെച്ചു കൊടുക്കുമ്പോൾ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. അവളിൽ മറ്റ് അസ്വസ്ഥകളൊന്നും കാണാതെ വന്നു ആശ്വാസത്തോടെ അത് മുഴുവൻ അവളെ കഴിപ്പിച്ചു. രുദ്രേട്ടൻ കഴിച്ചില്ലല്ലോ, രാമേട്ടൻ വരാനായില്ലേ? സ്റ്റേഷനിലെ ഡ്രൈവറാണ് രാമേട്ടൻ. ഇച്ചുവിൻ്റെ മുഖം കഴുകിക്കൊടുത്ത് അവളുമായി അകത്തേക്ക് കയറി രുദ്രൻ. മോള് ഛർദ്ദിച്ച രുദ്ര? രുദ്രന് കഴിക്കാനുള്ള പ്ലേറ്റ് മേശമേൽ വെക്കുന്നതിനിടെ ലക്ഷ്മി ചോദിച്ചു. ഇല്ലമ്മേ പറഞ്ഞുകൊണ്ട് രുദ്രൻ കഴിക്കാനായിരുന്നു. ആമിയോടൊപ്പം ഓരോ സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് മുഖം വീർപ്പിച്ച് ഗോവണി ഇറങ്ങി വരുന്ന നന്ദുവിനെ ഇച്ചു കാണുന്നത്. തോളിലൊരു കോളേജ് ബാഗുണ്ട്. ആമി ഇച്ചു അവളെ കളിയാക്കി ചോദിച്ചു. നന്ദു അവരെ കൂർപ്പിച്ച് നോക്കി. എന്തു പറ്റിയ നന്ദൂട്ടിക്ക്? മുഖാകെ വീർത്തിട്ടിട്ടുണ്ടല്ലോ. പ്രാതൽ കഴിക്കുന്നതിനിടെ നന്ദുവിനെ തലയുയർത്തി നോക്കി സുരേന്ദ്രൻ ചോദിച്ചപ്പോൾ നന്ദു പ്രതീക്ഷയോടെ സുരേന്ദ്രൻ അരികിലേക്ക് വന്നു. അമ്മയോട് പറയും മാമ, ഞാൻ ഇന്ന് കോളേജിൽ പോകണില്ലെന്ന്. ഇച്ചു ആമിയൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയാ തനിച്ച്? ചുണ്ട് ചുളുക്കി നന്ദു പറഞ്ഞപ്പോൾ കൈ കഴുകാൻ എഴുന്നേറ്റ സുരേന്ദ്രൻ ഇടത് കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. മാമൻ്റെ മോളിന്ന് കോളേജിൽ പോ. ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആയ കുറേ ലീവ് എടുക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ പിന്നെ കല്യാണ വെക്കേഷൻ സമയത്തേക്ക് നീട്ടി വെക്കേണ്ടി വരും. എന്തേ, അത് വേണോ? സുരേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ നന്ദു ദയനീയമായി അയാളെ നോക്കി. വേണ്ട, ഞാൻ പോയിക്കോളാം. കൈ കഴുകുന്നതിനിടെ നന്ദു പറഞ്ഞു കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ശേഷം പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് നന്ദുവിൻ്റെ കയ്യിൽ കൊടുത്തു. ദാ, ഇന്ന് ഇതുകൊണ്ട് അടിച്ചു പൊളിച്ചോ? സുരേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ നന്ദു വിജയിച്ചിരിയോടെ ആമിയെ ഇച്ചുവിനെയും നോക്കി. ഇപ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന ആമിയെ ഇച്ചുവുമാണ്. ഏട്ടൻ എന്തിനാ കാശ് കൊടുത്ത് അവളെ വഷളാക്കുന്നത്? ഇന്നിനി അത് മുഴുവൻ ചെലവാക്കിയിട്ട് അവൾ ഈ പടി കയറും. രവിയുടെ പ്ലേറ്റിലേക്കോ 2 ദോശ കൂടി ഇടുന്നതിനിടെ ലക്ഷ്മി സുരേന്ദ്രനെ നോക്കി പറഞ്ഞു. അതങ്ങനെ തന്നെ വരുള്ളൂ ലച്ചു. നീയും പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ 3 പേരുടെയും പിന്നാലെ കാശിന് വേണ്ടി നടന്നതിന് കണക്കുണ്ടോ നിനക്ക്? നന്ദനാണത് പറഞ്ഞത്. ലക്ഷ്മി ജാളിതയോടെ തലതാഴ്ത്തി. നന്ദു വാപ്പത്തി ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി. ദേവന് രുദ്രനുമെല്ലാം ചിരിക്കുകയായിരുന്നു. സമയമായപ്പോൾ എല്ലാവരും പോയി തുടങ്ങി. രുദ്രനുള്ള വണ്ടി വന്നപ്പോൾ ഇച്ചു അവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഒരുങ്ങിയിരിക്കണ പറു. ഇച്ചുവിനെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് രുദ്രൻ പറഞ്ഞപ്പോൾ ഇച്ചു ജാളിതയോടെ ചുറ്റും നോക്കി. നന്ദനും ജാനകിയും പരസ്പരം നോക്കി ചിരിക്കുന്ന കണ്ടവൾ രുദ്രനെ കൂർപ്പിച്ച് നോക്കി. അവനത് ഗൗനിക്കാതെ വണ്ടിയിലേക്കായിരുന്ന തിരക്കിലായിരുന്നു. കോ ഡ്രൈവിംഗ് സീനിന്റെ ഡോറടച്ച് രുദ്രൻ പറഞ്ഞപ്പോൾ ശരിയെന്ന് തലയാട്ടി ഇച്ചു. അപ്പോഴേക്കും പോകാൻ തയ്യാറായി നന്ദു ഇറങ്ങി വന്നിരുന്നു. കൂടെ അജുവും ദേവനുമുണ്ട്. അതെ, വലിയച്ഛൻ ഞങ്ങൾ കൂടിയുള്ള കാശ് നിന്റെ കൈ തന്നു. അതുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ കൂടി എന്തെങ്കിലും വാങ്ങിയേക്ക്. മുഖം കോട്ടിക്കൊണ്ട് വലിയ കാര്യത്തിൽ ആമി പറഞ്ഞപ്പോൾ അവളെ നോക്കി പുച്ഛത്തോടെ തലയാട്ടി നന്ദു. നോക്കിയിരുന്ന രണ്ടും ഞാൻ ഇന്ന് പൊളിക്കും. കയ്യിലെ നോട്ടുകൾ മുഖത്തിന് നേരെ വീശിക്കൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു നന്ദു. തന്നെ കൂർപ്പിച്ച് നോക്കുന്നവർക്ക് ഫ്ലെയിങ് കിസ് കൊടുത്ത് അവൾ വിൻഡോ ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി. ആമിയിച്ചും പരസ്പരം ചുണ്ടു വിളർത്തി നോക്കി. എല്ലാവരും പോയതോടെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാതെ പൂമുഖത്ത് പോറടിച്ചിരിക്കുകയാണ് ആമിയും ഇച്ചുവും. മുത്തശ്ശിയും മുത്തശ്ശനും തങ്ങളുടെ കസേരകൾ ഇരുപ്പുറപ്പിച്ച് കാര്യമായ നാട്ടുവിശേഷങ്ങളിലാണ്. ഓരോ കാര്യങ്ങളങ്ങനെ പറഞ്ഞിരിക്കുന്ന നേരമാണ് മെയിൻ ഗേറ്റിനപ്പുറമുള്ള പടിപ്പുര കടന്ന് കുമാരൻ അകത്തേക്ക് വന്നത്. അയാളുമായി നേരത്തെ തന്നെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നതിനാൽ കുമാരൻ്റെ നിഴൽ കണ്ടപ്പോഴേ ഇച്ചു അകത്തേക്ക് പോയിരുന്നു. പറമ്പിൽ തേങ്ങയിടാമെന്നാണ് കുമാരൻ. തറവാട്ടിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അവിടെ തന്നെ ആട്ടാറാണ് പതിവ്.
തേങ്ങ ഉണക്കാനും കൊപ്ര അടർത്തിയെടുക്കാനും എല്ലാം പണിക്കാരും ഉണ്ടാവും. കുമാരൻ മുത്തശ്ശിയോടും മുത്തശ്ശനോടും 1-2 വാക്ക് സംസാരിച്ച് തൊടിയിലേക്ക് ഇറങ്ങി. തെങ്ങ് മുഴുവൻ കയറിക്കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് കുമാരൻ മടങ്ങിപ്പോയത്. ഉച്ച കഴിച്ച ഭക്ഷണം 1-2 തവണയായി ഛർദ്ദിച്ച് കളഞ്ഞ് പുറകുവശത്തെ നീളം വരാന്തയിൽ ജാനകിയുടെ തോളിൽ ചാരിയിരിക്കുകയാണ് ഇച്ചു. മുത്തശ്ശി ഉൾപ്പെടെ സ്ത്രീജനങ്ങളെല്ലാം അവിടെ കൂടിയിരിക്കുകയാണ്. ജാനകി ഒരാഴ്ച ലീവ് എടുത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം ഇച്ചുവിനൊപ്പമുണ്ട്. മുത്തശ്ശി പറഞ്ഞ പ്രകാരം കുമാരൻ 5-6 ഇളനീർ കൂടി തെങ്ങിൽ നിന്നിട്ടിരുന്നു. അത് ഓരോന്നായി വെട്ടി ആമിക്കും ഇച്ചുവിനും കൊടുക്കുകയാണ് ശാലിനി. ഇളനീർ വെള്ളവും അതിൻ്റെ കാമ്പ് ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇച്ചുവിന് അല്പം ഉഷാറ് തോന്നി. പിന്നീട് ഛർദ്ദിക്കാത്തതും അവൾക്ക് ആശ്വാസമേകി. അമ്മമാരെല്ലാം അകത്തേക്ക് പോയപ്പോഴാണ് അടുക്കള വാതിൽ വഴി കിതച്ചുകൊണ്ട് നന്ദു ഓടി വന്ന് അവളുടെ വരവ് കണ്ട് ആമിയും ഇച്ചുവും മുഖത്തോട് മുഖം നോക്കി. എന്തേടി, നിന്നെ വല്ല പട്ടിയും കടിച്ചോ? ആമിയാണ് ചോദിച്ച്. നന്ദു ഒന്നും മിണ്ടാതെ നെഞ്ചിൽ കൈവച്ച് കീതപ്പടക്കുന്ന തിരക്കിലാണ്. ഇച്ചു ഒരു സംശയത്തോടെ അവളെ തന്നെ ഉറ്റുനോക്കി. നീ എന്താ ഇന്ന് നേരത്തെ? ഇച്ചുവാണ് ചോദിച്ച്. കോളേജിൽ സമര, ക്ലാസ് നേരത്തെ കഴിഞ്ഞു. കീതപ്പടങ്ങാതെ നന്ദു പറഞ്ഞു. നീ എന്തിനെങ്ങനെ കിതക്കുന്നേ? ആമി ചോദിച്ചപ്പോൾ നന്ദു ഇച്ചുവിന് നേരെ തിരിഞ്ഞു. നിന്റെ കെട്ടിയോൻ, അതായത് എൻ്റെ ഏട്ടൻ ആ വർഷയ്ക്ക് പണിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്ര പെട്ടെന്ന് കാണുന്ന ഞാൻ കരുതിയില്ല മോളെ. നന്ദുവിൽ നിന്നത് കേട്ടപ്പോൾ ഇച്ചു സംശയത്തോടെ അവളെ നോക്കി. മനുഷ്യനിങ്ങനെ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്താൻ കാര്യം പറ നന്ദു. ആമി കലിപ്പായപ്പോൾ ഒരു ചിരിയോടെ നന്ദു തുടർന്നു. വർഷയും മനക്കിലെ മഹിയെയും ഒരു ലോഡ്ജിൽ നിന്ന് പോലീസ് പൊക്കി. പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുന്ന നന്ദുവിനെ കണ്ണുമിഴിച്ച് നോക്കി ആമി ഇച്ചു. സത്യമാണോ നന്ദു? എന്നിട്ട് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ? ആമി ചോദിച്ചപ്പോൾ നന്ദു കഷ്ടപ്പെട്ട് ചിരിയടക്കി അവളെ നോക്കി. അതിന് കുറച്ചു മുമ്പാ അവരെ പൊക്കിയത്. ആദ്യമായിട്ടും വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. എന്തായാലും ആ പെണ്ണുറ്റി കിട്ടേണ്ടത് കിട്ടി. എന്തൊരു അഹങ്കാരമായിരുന്നു. ആമിയും നന്ദു അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളിൽ വാചാലരായപ്പോഴും ഈച്ച ഒന്നും മിണ്ടാതെ നിന്നേയുള്ളൂ. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? ഇനിയിപ്പോൾ ഒരുമാതിരി സീരിയൽ നടിമാരെ പോലെ തന്നെ ദ്രോഹിച്ചവരുടെ നന്മ ആഗ്രഹിക്കുന്ന കരഞ്ഞുണ്ണിയാണോ നീ? നന്ദു പറഞ്ഞപ്പോൾ ഈച്ചു വന്ന് ചിരിച്ചു. ഒരിക്കലുമില്ല നന്ദു, അവളോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവൾ എനിക്ക് ആരുമല്ല. യാതൊരു ദയയും കൂടാതെ അവളും അവളുടെ അമ്മയും വാക്കുകൾ കൊണ്ട് എൻ്റെ മനസ്സ് തകർത്തു. എനിക്ക് മറക്കാനാവില്ല. പറയുന്നതിനിടെ തൻ്റെ വയറിൽ തലോടി ഈച്ചു. മതി മതി, നമുക്ക് ഈ സെൻറ്റിയൊന്നും ശരിയാവില്ല. നിങ്ങൾ നോക്ക്, ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നെന്ന്. കയ്യിലെ കവർ അവർക്ക് നേരെ നീട്ടി നന്ദു പറഞ്ഞപ്പോൾ ആവേശത്തോടെ അത് തട്ടിപ്പറിച്ചു ആമി. ഈച്ചു ആകാംക്ഷയോടെ അതിലേക്ക് ഉറ്റുനോക്കി. ഉള്ളിൽ ഗുലാബ് ജാമും മറ്റു സ്വീറ്റ്സും കണ്ടപ്പോൾ രണ്ടുപേരും കൊതിയോടെ അത് കഴിക്കാൻ തുടങ്ങി. കൂടെ നന്ദു. വർഷയുടെയും മഹിയുടെയും കാര്യം നാടുനീളെ അറിഞ്ഞു തുടങ്ങി. കാര്യമറിഞ്ഞ് ജാനകിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല. എനിക്കുറപ്പാ ഇതിന്റെ പുറകിൽ ആ നശിച്ചവൾ തന്നെയാവും. എന്റെ മോളെ പിടിക്കാൻ കെട്ടിയവനെ പറഞ്ഞു വിട്ടിട്ട് സുഖിച്ചിരിക്കാവും ഹാസത്ത്. വർഷയുടെ കാര്യമറിഞ്ഞ് അല്പനേരം തലതല്ലി കരഞ്ഞ ശേഷം ആ പഴിയും കൂടി ഇച്ചുവിന് ചാർത്തി കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് മാലതി. മുത്തശ്ശി ഒന്നും മിണ്ടാൻ വയ്യാതെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട ഒരു പുച്ഛത്തോടെ നിൽക്കുകയാണ് തീർത്ത. എന്നാൽ മാലതി അവസാനം പറഞ്ഞു കേട്ട് അവളുടെ രക്തം തിളച്ചിരുന്നു. നാളെയല്ലോ നിനക്ക് മകളെ പോലീസ് പിടിച്ച അനാശാസ്യത്തിനാ. എന്നിട്ട് ഇവിടെ കിടന്ന് ഇച്ചുവിനെ പറഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടൂ. എങ്കിലേ നിങ്ങളൊരു കാര്യം കൂടി കേട്ടോ. നിങ്ങൾ 3 പേരും കൂടി അമ്മയാവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കുത്തി നോവിച്ചൊരു പെൺകുട്ടിയില്ലേ മാണിക്കശ്ശേരിയിൽ, അവള് ഗർഭിണിയാ. ഞെട്ടലോടെ തീർത്തയെ തലയുയർത്തി നോക്കി മാലതി. മുത്തശ്ശി അവിശ്വാസത്തോടെ അവളെ നോക്കി. വിശ്വാസം വരുന്നില്ലല്ലേ? നിങ്ങൾ അവളെ വാക്കുകൾ കൊണ്ട് കുത്തിക്കീറി അന്ന് തന്നെ ഈശ്വരൻ അവൾക്ക് അറിയിച്ചു കൊടുത്തു അവൾക്കുള്ളിൽ ജീവൻ വളരുന്നുണ്ടെന്ന്. മാലതിയുടെ തളർച്ച അതോടെ പൂർണ്ണമായിരുന്നു. വർഷയുടെ വാർത്തയേക്കാൾ അവരെ തളർത്തിയത് ഇച്ചുവിന്റെ സന്തോഷമാണ്. അന്ന് കഫേയിൽ വെച്ച് നന്ദനും ജാനകി രുദ്രനോട് പറയുന്നു കേട്ട് വർഷ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് ഇച്ചുവിനൊരു അമ്മയാവാൻ സാധിക്കില്ലെന്ന്. ആ ഒരു ഉറപ്പിലാണ് അന്ന് അവിടെ അങ്ങനെ ഒരു രംഗമുണ്ടാക്കിയത്. എന്നാൽ മാലതിക്കാകെ തലവരിക്കും പോലെ തോന്നി. പതനം പൂർത്തിയായതുപോലെ ഒന്നിനും സാധിക്കാതെ അവരിരുന്നു. ആകെ നാണക്കേടായി. മാനക്കര കൊച്ചു അമ്പുരാന്റെ സ്വഭാവ ഗുണം പാടി നടക്കുക നാട് നീളെ എല്ലാരും. ഉമ്മറത്തെ തൂണിൽ ചാരി തലതാഴ്ത്തി നിൽക്കുന്ന മഹിയെ നോക്കിയാണ് മഹിയുടെ അച്ഛൻ ശ്രീധരന്റെ സഹോദരൻ അശോകൻ അത് പറഞ്ഞത്. ചാരികസയിലെ ചാരിക്കിടന്നിരുന്ന മനക്കിലെ കാരണവർ മുകുന്ദൻ വാര്യയുടെ മുഖത്തും ക്ഷോഭം പ്രത്യക്ഷമായിരുന്നു. ഏട്ടനും അച്ഛനെന്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ഇങ്ങനെ മിണ്ടാണ്ടിരുന്നുകൊണ്ട് ആളുകൾ വായടക്കാൻ പോകുന്നില്ല. അശോകന്റെ രോഷം അടങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞാനെന്ത് വേണമെന്ന് അശോക നീ പറയുന്നേ? ശ്രീധരന്റെ സ്വരത്തിൽ നിന്നും അഹങ്കാരവും ധാർഷ്ട്യവും മാഞ്ഞ് അവിടെ നിസ്സഹായത നിറഞ്ഞിരുന്നു. കണ്ണുകളുയർത്തി മഹിയെ ഒന്ന് തീക്ഷ്ണമായി നോക്കിയാൽ അത് കണ്ട് ഒന്നും ഉരിയാടാനാവാതെ തലതാഴ്ത്തി മഹി. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, എത്രയും പെട്ടെന്ന് മഹിയുടെ ആ പെണ്ണിനെ കെട്ടി നടത്തുക. അതല്ല ആ തറവാടിന്റെ മാനം കാക്കാൻ മറ്റൊന്നും ചെയ്യാനില്ല. ചെറിയച്ചാ, അശോകൻ പറഞ്ഞോടെ അതുവരെ മിണ്ടാ തലതാഴ്ത്തിയുന്ന മഹി ഞെട്ടിലോടെ വിളിച്ചു. മിണ്ടാണ്ടിരുന്നോ മഹി? അശോകൻ പറഞ്ഞു തന്നെയാ ശരി, പറഞ്ഞതങ്ങോട്ട് കേട്ടാ മതി.
ശ്രീധരൻ കൂടി പറഞ്ഞതും മഹി പ്രതീക്ഷയോടെ മുത്തശ്ശിനെ നോക്കി. അയാളും ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന പോലെ നിശബ്ദമായിരുന്നു. ഒടുവിൽ മഹിയുടെയും വർഷയുടെയും വിവാഹം നടത്താൻ തീരുമാനമായി. മഹി കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും മനക്കലെ സ്വത്തും മാണിക്യശ്ശേരി പോലെ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന തറവാടും കണ്ട് കണ്ണുമഞ്ഞളിച്ച് വർഷ അതിന് എളുപ്പം സമ്മതം മൂളി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.